ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് എത്ര കുഞ്ഞു വീടായാലും എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണമെന്നാണ് നമ്മൾ എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ജോലി തിരക്കുകളും മടി കാരണമൊക്കെ നമുക്ക് ആ വീടൊക്കെ എപ്പോഴും നല്ല ക്ലീനാക്കി ഇടാൻ പലർക്കും സാധിക്കാറില്ല. അപ്പോൾ എളുപ്പത്തിൽ തന്നെ എന്നും നമ്മുടെ വീട് നല്ല പുതുപുത്തനായിട്ട് കിടക്കാനുള്ള നല്ല കുറച്ച് ടിപ്സുകളായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട് ഞാൻ എങ്ങനെയാണ് നല്ലതുപോലെ ദിവസവും നല്ല വൃത്തിയോടെ സൂക്ഷിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് നല്ല മണത്തോടൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മഗ്ഗിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ലൈസോളാണ്. അപ്പോൾ ഞാൻ ഇവിടെ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ലൈസോളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റൂമൊക്കെ നല്ല മണം കിട്ടാനും അതുപോലെ തന്നെ കൊതുക്, ഈച്ച ഇവയുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പുൽത്തൈലമാണ്. നമ്മൾ പുൽത്തൈലം നമ്മൾ ആയുർവേദ കടകളിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 4-5 മാസം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകളെയും ഈച്ചേനൊക്കെ തുരത്താൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പം ഞാൻ അതാ ഇവിടെ ഇതിൽ നിന്ന് ഒരു 3-4 തുള്ളി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ ഹോളിട്ട് വെച്ചിരുന്നാൽ നമുക്കത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അധികം ഒന്നും വേണ്ട, ഒരു 3-4 തുള്ളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൊടിയുപ്പാണ്. അപ്പോൾ നമുക്കൊരു 1/2 സ്പൂൺ അളവിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട. നമ്മൾ തറയിലൊക്കെ വരുന്ന ചെറിയ ജീവികൾ അതുപോലെ തന്നെ ഉറുമ്പ് ഇതിൻ്റെയൊക്കെ ശല്യം മാറാൻ വേണ്ടി പൊടിയുപ്പ് ഏറ്റവും നല്ലതാണ്. അതിനുശേഷം നമ്മൾ ഇതൊക്കെ നമ്മൾ കലക്കാൻ വേണ്ടി ഒരു തവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൈ കൊണ്ടൊന്നും കലക്കാതെ തന്നെ നമുക്ക് കലക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു വെള്ളത്തിൽ ഈ ഒരു പുൽത്തൈലവും അതുപോലെ തന്നെ ലൈസോളൊക്കെ നല്ലതുപോലെ മിക്സായി കിട്ടണം. അതിനുശേഷം നമ്മൾ തറ തുടയ്ക്കാൻ എടുക്കുന്ന ആ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ദിവസവും തറ തുടയ്ക്കാതെ ഒരാഴ്ചയിലും 2 ആഴ്ചയിലൊക്കെ തറ തുടയ്ക്കുന്നവർ കാണും. ജോലി തിരക്കുകളൊക്കെ കാണും. അവർ നമ്മളിതുപോലെ നമ്മൾ തറ തുടയ്ക്കുന്ന ആ ഒരു മോപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക. ആ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഈർപ്പം എല്ലാം കളഞ്ഞ ശേഷം, അധികം ഈർപ്പം വരാൻ പാടില്ല. നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പോൾ നല്ലതുപോലെ അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമ്മൾ തറ തുടയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ വെള്ള ടെയിലൊക്കെ നമുക്ക് വെള്ള കളറിലുള്ള ടെയിലൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കറിയാൻ പറ്റും. ഒരു ചെറിയ മുടി കിടന്നാൽ പോലും നമുക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ദിവസവും അത് തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദിവസവും തുടയ്ക്കുമ്പോൾ ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് തുടയ്ക്കാൻ പറ്റിയ ടിപ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിവിടെ അധികം എന്നും തറ തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ അധികം അഴുക്ക് കാണില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അധികം ജോലി ഭാരവും കാണില്ല, നമുക്ക് ജോലി എളുപ്പമാക്കാനും കഴിയും. അപ്പം ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. നമുക്ക് നമ്മളെ വീട്ടിലാണെങ്കിൽ വെള്ള ടെയിലായതുകൊണ്ട് തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു ചെറിയ നമ്മളെ ഇത് തറയിൽ എന്തെങ്കിലും ഒരു പൊടിയോ എന്തെങ്കിലും കിടന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലായിടത്തും തുടച്ച് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് പുതിയ ടെയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ടെയിൽ കിടക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, നമ്മളെപ്പോഴും ഇരിക്കുന്ന ആ സെറ്റിയിലും അതുപോലെയൊക്കെ നിറയെ പൊടികളൊക്കെ കാണും. അതൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ചൊക്കെ ദിവസവും ക്ലീൻ ചെയ്യാൻ നോക്കുക. ജോലി തിരക്കുള്ളവരാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതൊക്കെ ഒന്ന് ക്ലീനാക്കുക. കാരണം അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ ഈ സെറ്റിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ജലദോഷമൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ഇതുപോലെ ദിവസവും ചെയ്യുക.
പിന്നെ നമ്മളെ ബെഡ്റൂമൊക്കെ എപ്പോഴും നല്ല നീറ്റായി സൂക്ഷിക്കുക. കാരണം നമ്മൾ ഇത് ബെഡ്ഷീറ്റൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് അതൊക്കെ നേരെ ഒന്ന് വിരിച്ച് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക. നമുക്ക് ഇപ്പം വില കൂടിയ ബെഡ്ഷീറ്റോ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. നമ്മളെ വീട്ടിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അത് വില കൂടിയതും കുറഞ്ഞതും അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതാണോ നമ്മളെ വീട്ടിലുള്ളത് അത് മാത്രം നമ്മൾ നീറ്റായി സൂക്ഷിക്കുക. അതുമാത്രമല്ല നമ്മളെ റൂമൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അത് വീട്ടമ്മമാർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ള മക്കളായാലും ഹസ്ബൻഡായാലും എല്ലാവരും കൂടി ഒത്തൊരുമയോടെ ചെയ്താലേ നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയോടെ കിടക്കുള്ളൂ. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും വീട് വൃത്തിയാവില്ല. നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടും അതുപോലെ തന്നെ ടൈൽസ് ഇട്ട തറയൊക്കെ നല്ല നീറ്റായിരിക്കും. അതുമാത്രമല്ല നമ്മൾ മുഖം നോക്കണ കണ്ണാടി അത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് അത് എപ്പോഴും ഒന്ന് വൃത്തിയാക്കിയിരിക്കുക. അതുമാത്രമല്ല നമ്മൾ ഇത് സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ ചിലപ്പോൾ ചെന്ന് കൈയൊക്കെ അഴുക്കുകൊണ്ട് കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് നമ്മൾ തൊടുമ്പോൾ അതിൻ്റെ കയ്യിലിരിക്കുന്ന അഴുക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ആ സ്വിച്ച് ബോർഡിലൊക്കെ ആവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളത് എപ്പോഴും തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷം ചെയ്യുന്നാലും നമ്മളെ വീട് എപ്പോഴും നല്ല സുന്ദരമായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഒരാളൊക്കെ വീട്ടിൽ കയറി വരുമ്പോൾ നമ്മുടെ വീടൊക്കെ വൃത്തിയില്ലാതിരുന്ന് കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇത് തോന്നും ഒട്ടും വൃത്തിയില്ല. പക്ഷേ എപ്പോഴും നല്ല ക്ലീനായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ അവർ ആ വീട് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമൊക്കെ തോന്നാറുണ്ട് ഇല്ലേ? അത് നമുക്കും സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടൈൽസും വീട്ടിനകമൊക്കെ ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാൻ ഞാൻ ഇന്ന് കാണിച്ച ആ ഒരു ടിപ്സ് മാത്രം ചെയ്താൽ മതി. നമ്മൾ സ്ഥിരമായിട്ട് തുടച്ചിടുകയാണെങ്കിൽ എപ്പോഴും വീട് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജോലി ഭാരം കുറയ്ക്കാനുള്ള ടിപ്സാണ് കേട്ടോ. ദിവസവും നമ്മൾ തറ തൂത്ത് വരുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു തുണി നല്ലതുപോലെ വെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞ ശേഷം നമ്മൾ തൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ ഈ ഒരു തുണി ഇട്ടിരിക്കുക. ആ തൂത്ത് വരുമ്പോൾ തന്നെ ചെറിയ അഴുക്കുകൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു തുണി കൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് തൊടാതെ തന്നെ കാലുകൊണ്ട് തേച്ച് അഴുക്ക് കളയാവുന്നതാണ്. അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ജോലി ഭാരം നമുക്ക് വരില്ല കേട്ടോ. എന്നും നമ്മുടെ ടൈലും വീടൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരണേ.